ഇന്നത്തെ ചെറുപ്പക്കാരുടെ തലമുറ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു തലമുറ പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഉപനിഷത്തും ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തികള് വളരെ പിന്തിരിപ്പെന്നുള്ള നിലയിലാണ് പലപ്പോഴും കാണുന്നത്. ഇത്തരത്തിലൊരു അധമബോധം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായി വരാനായിട്ട് അത് ഈ ഉപനിഷത്തിൻ്റെ അഗ്നി, അതിൻ്റെ ചിന്തയുടെ നിത്യനൂതനമായ അതിൻ്റെ ചിന്തയുടെ അഗ്നി എന്ത് എന്നവരറിയാത്തതുകൊണ്ടാണ്. ഇതിനകത്ത് കർമ്മശേഷിയുടെ ഒരു അഗ്നി നിക്ഷേപിച്ചിട്ടുണ്ട് ഋഷിമാർ. അവരുടെ ചിന്ത കൊണ്ട്, ഉദാരമായ ചിന്ത കൊണ്ട്, കാലാതീതമായ ചിന്ത കൊണ്ട്, സർവകാല പ്രസക്തമായ ചിന്ത കൊണ്ട്, സനാതനമായ ചിന്ത കൊണ്ട്, ശാശ്വതീകൃതമായ ചിന്ത കൊണ്ട് ഒരു വലിയ കർമ്മ ചൈതന്യത്തിൻ്റെ കെടാത്ത അഗ്നി, ശമിക്കാത്ത ദുശ്ശമമായ ഒരു അഗ്നിയെ അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ അഗ്നിയെ നിധിധ്യാസം ചെയ്ത് മനസ്സിലാക്കണം. ഈ അഗ്നിയെ നിധിധ്യാസം ചെയ്ത് മനസ്സിലാക്കാതെ, ഈ കർമ്മ ചൈതന്യത്തിൻ്റെ ഉജ്ജ്വലമായ അഗ്നിയെ നിധിധ്യാസം ചെയ്ത് മനസ്സിലാക്കാതെ, അതിനെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കി അത് കാണാതെ പഠിച്ച് ചൊല്ലുക മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാവരും മിക്കവാറും കർമ്മശേഷി നശിച്ച ആളുകളാണ് ഉപനിഷത്ത് പഠിക്കുന്നവരധികം. അല്ലാത്തവർ പഠിക്കുമ്പോൾ എന്തിനാണ് പഠിക്കുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളിടത്താണ് അത് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥി അതിനെ കാണുന്നത്? അധ്യാപകൻ കാണുന്നതും ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു പുസ്തകത്തിനോട് ആളുകൾക്ക് ബഹുമാനം കുറയാൻ എന്ത് ചെയ്താൽ മതി? അത് ടെക്സ്റ്റ് ബുക്കാക്കിയാൽ മതി. പിന്നെ അതിനെ തൊടില്ല. പിന്നെ തൊടുന്നത് എപ്പോഴായിരിക്കും? പരീക്ഷയുടെ തലേ ദിവസം രാത്രിയിൽ എടുത്തൊന്ന് നോക്കും, വല്ല രക്ഷയുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഒരു രക്ഷയുമില്ല, പിന്നെ കോപ്പി അടിച്ച് കളയാം, അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള ചിന്തയുടെ ഉദാരമായ ഒരു അഗ്നിയുണ്ട്. തിന്മകളെ ഭസ്മമാക്കുന്ന അഗ്നി, ഒരു വിപ്ലവത്തിൻ്റെ, ഇതിനേക്കാൾ വലിയ വിപ്ലവം എന്താണുള്ളത്? ലോകത്തിലെ സർവ്വ സമുദായങ്ങളോടും ലോകത്തിലെ മനുഷ്യവർഗങ്ങളോടും ഔദാര്യം കാണിക്കണം എന്ന് പറയുന്നതിനേക്കാൾ, കാരുണ്യം കാണിക്കണം എന്ന് പറയുന്നതിനേക്കാൾ മഹനീയമായ ഒരു ചിന്താപരമായ അഗ്നി ഏതാണുള്ളത്? ആ അഗ്നി ഇതിലുണ്ട്. അത് കണ്ടെത്തണം. അത് കണ്ടെത്തി അതുണ്ടെന്ന് പഠിപ്പിക്കണം. അപ്പോഴതിനോട് ബഹുമാനം തോന്നും. അതിന് പകരം പലപ്പോഴും ഇതെല്ലാം ആശ്രമങ്ങളിൽ പഠിപ്പിക്കേണ്ടുന്നതും സന്യസിക്കുന്നവർ കൈകാര്യം ചെയ്യേണ്ടതും സ്വാമിമാർ കൈകാര്യം ചെയ്യേണ്ടതും സ്വാമിമാരുടെ മാത്രം ആവശ്യത്തിനുള്ളതാണ് എന്നും നാം വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ആദർശബോധം പലപ്പോഴും, ഈ തരത്തിലുള്ള ആദർശബോധം നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവാത്തത്. അങ്ങനെ പഠിപ്പിച്ചാൽ അവർക്ക് ആദർശബോധം ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഈ ആഗോള സംസ്കാരത്തിൻ്റെയും ആഗോള വിപണിയുടെയും ആഗോള മത്സരത്തിൻ്റെയും ആഗോള തൊഴിൽ മത്സരത്തിൻ്റെയും ഒക്കെ ലോക സാഹചര്യത്തിൽ അവരെന്തേ നോക്കൂ, ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ജോലി വേണം എന്നേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കാനാണ് കുട്ടികൾക്ക് വാസന. ലോകം അങ്ങനെ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കാൻ യുവാക്കന്മാർക്ക് തോന്നും, യുവതിമാർക്ക് തോന്നും. അതിന് കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്.